ശോകമൂകമായി കിടന്ന അക്വേറിയത്തിൽ രണ്ട്, ഇതിൻ്റെ പേരെനിക്ക് മറന്നുപോയി കേട്ടോ, കടക്കാരൻ പറഞ്ഞ പേരെനിക്ക് മറന്നുപോയി. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും ഇതെന്താണ് മീനെന്ന്. ഇവരെ കൊണ്ട ഇതിൽ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അക്വേറിയം അങ്ങ് സജീവമായി ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ആണും പെണ്ണുമാണ് കേട്ടോ, ഇവർ രണ്ടുപേരും ആണും പെണ്ണാണ്. പിന്നെ ഞാൻ ഇന്ന് അവർ വന്നിട്ട് ഒരാഴ്ചയായി. ഇന്ന് ഞാൻ കൊണ്ടിട്ട് 2 ടെട്രാസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടപ്പോൾ തന്നെ വ്യത്യസ്തമായി ക്യാമറയിൽ പകർത്തുമ്പം തന്നെ ഒരു 10 മിനിറ്റായിട്ട് ഇട്ടിട്ട് അപ്പം തന്നെ അവർ ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങി. നല്ല ഹൈപ്പർ ആക്റ്റീവ് അവരും. ചില അക്വേറിയത്തിൽ മീൻ സെറ്റായാൻ കുറേ ദിവസം എടുക്കും, പക്ഷെ ഇവർ അങ്ങനെയില്ല, നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഭാഗം ഇരുടാണ് എൻ്റെ അക്വേറിയം. അപ്പോൾ ഇരുടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടെട്രാസിനെ ഇത് ക്യാമറേൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മൾ നേരെ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ ഇരുട് കാണുന്നില്ല. ഈ കല്ലൊക്കെ നല്ല ഈ ക്യാമറേൻ്റെ പ്രത്യേകത അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഈ കല്ല് കാണുന്ന സ്ഥലത്ത് നല്ല ഇരുടാ. അവിടേക്ക് ടെട്രായ്ക്ക് ഇരുടാണ് നല്ലത്, ഇഷ്ടം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത്. പക്ഷെ അവരങ്ങോട്ട് പോകുന്നില്ല, ഈ വെളിച്ചത്തിൽ തന്നെയാണ് കളിക്കുന്നവർ. ചിലപ്പോൾ ആ വലിയ മീനുണ്ടല്ലോ, ആ വലിയ മീൻ സ്ഥിരം അവിടെയാണ് അവരുടെ കേന്ദ്രം, ആ കല്ലിൻ്റെ ഇടയിൽ. ഈ ഗ്രാസൊക്കെ ഞാൻ ഇതിൽ നന്നായിട്ട് വളരുന്നുണ്ട്. ഇത് ഫുള്ള് വളർന്ന് ഫില്ലാകുന്നൊരു, ഇത് പുറത്തായിരുന്നു അക്വേറിയം. പുറത്ത് വെച്ചപ്പോൾ നല്ലോണം ഗ്രാസൊക്കെ നല്ല തിങ്ങി നിറഞ്ഞപ്പോൾ ആൽഗാവില്ലം വന്നിട്ട് കംപ്ലീറ്റ് തകരാറാക്കി. അങ്ങനെ ഞാൻ പുറത്തായിരുന്നത്, വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെ അകത്തേക്ക് എടുത്തു വെച്ചത്. ഇതിൻ്റെ അകത്ത് ഈ അക്വേറിയത്തിനകത്ത് വേറെ ഒരു വിരുദ്ധനുണ്ട്, കണ്ടാ? അപ്പോൾ കാണിച്ചു തരാം. ഇതേണ്ട, ഇവനെ കണ്ട? ഇവനാണ് മൂപ്പരാണ് അത്യാവശ്യം ക്ലീൻ ആക്കുന്നത്. അത് 2-3 എണ്ണം ഉണ്ട്, അതങ്ങ് പെരുകിക്കോളും. പിന്നെ വേറെ ടീംസ് ഉണ്ട്, ബ്ലൂ ഷ്രിമ്പ് ഉണ്ട്, പക്ഷേ അവരെ കാണുന്നില്ല. അവരങ്ങോട്ട് പോയി മറിഞ്ഞാൽ ആർക്കറിയാം. കേട്ടെ, ഞാൻ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ ഞാനിടുന്ന പോസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലേ, കാണാൻ പറ്റൂല. അതാണ് യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത. അത് കോടിക്കണക്കിന് വീഡിയോസ് ഇല്ലേ, അവരും പറഞ്ഞിട്ട് കാര്യമില്ല. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ എന്നെ സപ്പോർട്ട് ചെയ്തിക്കെങ്കിലേ നമുക്കൊരു ഇതൊക്കെ എടുക്കാൻ ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വേണ്ട വിധ സഹായങ്ങൾ നൽകുക. താങ്ക് യു.